ബോഡി എവിടെയാ കണ്ടത്? അവൻ്റെ വീട്ടിൽ തന്നെ. ആത്മഹത്യ ചെയ്തതാണോ അതോ? ആത്മഹത്യ ചെയ്തതാ സാറേ. അവൻ ദേഹത്ത് പെട്രോൾ ഒഴിച്ചപ്പോഴേ ജോൺ അയൽക്കാരെയൊക്കെ വിളിച്ചു വരുത്തിയതാ. പക്ഷേ അവർ വരുന്നതിന് മുൻപ്. ഈ ജോൺ എന്ന് പറയുമ്പോൾ ജെയിംസ് കല്യാണം കഴിക്കാനിരുന്ന പെൺകുട്ടിയുടെ സഹോദരനാ. അവർ ഒന്നിച്ചായിരുന്നോ താമസം? അതെ, ജെയിംസ് ജയിലിൽ നിന്ന് വരുന്നതിന് മുൻപേ ആ കുട്ടി ഇവിടെ വന്ന് താമസമാക്കിയിരുന്നു. ഈ ജെയിംസിൻ്റെ പാരൻസ് ഒക്കെ? അവൻ ആരുമില്ല സാർ, ഉണ്ടായിരുന്നവരൊക്കെ പോയി. ഞങ്ങളുടെ ഓർഫണേജിൽ ഏകദേശം 7 വയസ്സുണ്ടായിരുന്നപ്പോഴാണ് അവൻ വരുന്നത്. അവൻ്റെ അമ്മ അവനെയും അച്ഛനെയും ഉപേക്ഷിച്ച് വേറൊരാളുടെ കൂടെ പോയി. അതിനുശേഷം ജെയിംസിൻ്റെ അച്ഛൻ മറ്റൊരു വിവാഹം കഴിച്ചു. അവനെ നോക്കാൻ വേണ്ടി കൂടിയായിരുന്നു അത്. ആദ്യമൊക്കെ അവർക്ക് അവനെ വലിയ കാര്യമായിരുന്നു. പിന്നെ പിന്നെ അത് മാറി. അവനെ തിരിഞ്ഞുപോലും നോക്കാതായി. കാരണം അവർക്ക് വേറെ 2 മക്കൾ കൂടി ഉണ്ടായിരുന്നു. എന്നും അവരുടെ വീട്ടിൽ പ്രശ്നങ്ങളായിരുന്നു. അങ്ങനെ പെട്ടെന്നൊരു ദിവസമാണ് ജെയിംസിൻ്റെ അച്ഛൻ ആ ക്രൂരകൃത്യം നടത്തിയത്. അവൻ്റെ അമ്മയെ അവരുടെ വീട്ടിൽ ചെന്ന് കഴുത്തറുത്ത് കൊന്നു. പിന്നെ അവിടെ വെച്ച് തന്നെ അയാളും ആത്മഹത്യ ചെയ്തു. അതിനുശേഷമാണ് അവൻ ഇവിടെ വരുന്നത്. ഈ ജോൺ ഇപ്പോൾ എവിടെയുണ്ട്? അതറിയില്ല സാർ. ജെയിംസിൻ്റെ മരണത്തിന് ശേഷം ആ കുട്ടി ഇവിടെ നിന്ന് പോയി. പിന്നെ ആരും ഇവിടെ കണ്ടിട്ടില്ല. ഓക്കെ ഫാദർ, സഹകരിച്ചതിന് താങ്ക്സ്. പിന്നെ ഈ ജോൺ ഇവിടെ വരികയോ എന്തെങ്കിലും വിവരം ലഭിക്കുകയോ ചെയ്താൽ ഞങ്ങളെ അറിയിക്കണം. ശരി സാർ. അവരവിടുന്ന് ഇറങ്ങി കാറിൽ കയറുന്നു. അപ്പോൾ ജെയിംസ് മരിച്ചു. സാർ, എനിക്കൊരു സംശയം. എന്താ? ചിലപ്പോൾ ഈ ജോൺ ആയിരിക്കുമോ ജെയിംസിനെ കൊന്നത്? അതെന്താ വിനയ് അങ്ങനെ തോന്നാൻ? അല്ല, അവൻ്റെ ചേച്ചിയെ കൊന്നതിലുള്ള പ്രതികാരം ആ ഒരു രീതിയിൽ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ അവർ അവനെ ജയിലിൽ നിന്ന് ഇറക്കണം? അത് നിയമത്തിന് വിട്ടുകൊടുക്കാതെ സ്വയം ശിക്ഷ നൽകാമെന്ന് കരുതി കാണും. ഈ സിനിമയിലൊക്കെ കാണും പോലെ. അതിനു സാധ്യതയില്ല. ഈ ജെയിംസും ജോണും കൂടിയാണ് ഈ കൊലപാതകങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. ജെയിംസ് പിടിക്കപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ സ്യൂസൈഡ് ചെയ്തു. പിന്നെ ജോൺ, അവന് ചിലപ്പോൾ ചെയ്തു തീർക്കാൻ എന്തെങ്കിലും ബാക്കി കാണും. ഇപ്പോൾ നമ്മുടെ മുന്നിൽ പ്രതി ജെയിംസ് ആണ്. അയാൾ മരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇനിയും കൊലപാതകങ്ങൾ നടക്കാം എന്നാണോ സാർ ഉദ്ദേശിച്ചത്? അതെ, എന്തെങ്കിലും മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം അവർ ഇങ്ങനെ ചെയ്തത്. ജോണിൻ്റെ ഫോട്ടോ സംഘടിപ്പിക്കണം. എന്നിട്ട് എല്ലാ സ്റ്റേഷനിലും അറിയിക്കണം. അവനെ എവിടെ കണ്ടാലും പൊക്കിയേക്കണം. അവൻ്റെ മനസ്സിൽ ഇനി എന്താ പ്ലാൻ എന്നറിയില്ലല്ലോ. ശരി സാർ. പിറ്റേ ദിവസം ക്രൈംബ്രാഞ്ച് ഓഫീസ്. സാർ. വരൂ വിനയ്. സാർ പറഞ്ഞ പോലെ ജോണിൻ്റെ ഫോട്ടോ എല്ലാ സ്റ്റേഷനിലും കൊടുത്തിട്ടുണ്ട്. ശരി, നന്നായി. പിന്നെ ജെയിംസിൻ്റെ മരണത്തെക്കുറിച്ച് നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചു. കൊല്ലപ്പെടുന്നതിന് തലേന്ന് രാത്രി ഏകദേശം 1 മണിയൊക്കെ ആകാറായപ്പോഴാണ് ജോണും ജെയിംസും അവിടെ എത്തുന്നത്. ടാക്സിയിലായിരുന്നു വന്നത്. കാറിൻ്റെ ഒച്ച കേട്ട് അവിടെ അടുത്ത് താമസിക്കുന്ന അനിൽ എന്ന ആള് ജനലിലൂടെ നോക്കുമ്പോൾ കാർ തിരിഞ്ഞു പോകുകയും അവർ വീട് തുറന്ന് കയറുകയെന്നതുമാണ് കണ്ടത്. പിന്നെ പിറ്റേന്നാണ് ജെയിംസ് അടുത്തുള്ള വീട്ടുകാരുമായി സംസാരിക്കുകയും അച്ഛനെ കാണാൻ പള്ളിയിൽ പോവുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ മരിച്ചത് ജെയിംസ് ആണ് എന്നതിൽ സംശയം വേണ്ട അല്ലേ? നാട്ടുകാരുടെ മൊഴിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വേണ്ടെന്നാ തോന്നുന്നത് സാർ. ജോണിനെ പറ്റി വല്ല വിവരവും കിട്ടിയോ? ഇല്ല സാർ, അന്വേഷിച്ചുകൊണ്ടിരിക്കുവല്ലേ. എന്തേലും വിവരം കിട്ടാതിരിക്കില്ല. പിന്നെ ജെയിംസ് മരിച്ച ദിവസവും അതിനടുത്ത ദിവസവും അവൻ അവിടെ ഉണ്ടായിരുന്നു. സാർ, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കേസ് അന്വേഷണം അവസാനിച്ചില്ലേ? ജെയിംസ് ആണ് ACPയെയും മറ്റുള്ളവരെയും കൊന്നത് എന്നതിനുള്ള തെളിവുകളുണ്ട്. ഇപ്പോൾ ആ പ്രതി മരിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പുറകെ നമ്മൾ നടക്കേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, അതെ, നമ്മുടെ കേസ് അവസാനിച്ചു. കേസ് ഫയൽ ഉടനെ തന്നെ ക്ലോസ് ആക്കാം. എന്നാലും അവരവിടെ ബാക്കി വെച്ചതിന് തുടർച്ചയുണ്ടാകുമോ എന്നറിയണമല്ലോ. കുറച്ചുകൂടി വെയിറ്റ് ചെയ്യാം. 2 ദിവസത്തിന് ശേഷം ഓഫീസർ ആസിഫ് ഖാൻ്റെ ഫോണിലേക്ക് വിനയുടെ കോൾ വരുന്നു. ഹലോ, പറയൂ വിനയ്. സാർ, ന്യൂസ് കണ്ടായിരുന്നോ? ഇല്ല, എന്താ വിനയ്? സാർ, ആ മോഹനൻ്റെ മകൻ കൊല്ലപ്പെട്ടു. എപ്പോൾ? ഇന്നലെ രാത്രി. ആ പയ്യൻ്റെ ഫ്രണ്ടിൻ്റെ ബാച്ചിലർ പാർട്ടിക്ക് പോയിട്ട് വരുമ്പോഴായിരുന്നു സംഭവം. കാറിൻ്റെ ടയർ പഞ്ചറായത് നോക്കുന്നതിന് വേണ്ടി പുറത്തിറങ്ങിയതാ. പിന്നിൽ നിന്നും കുത്തുമായിരുന്നു. 8ഓളം കുത്തുകൾ ഉണ്ടായിരുന്നു. മരിച്ചെന്ന് ഉറപ്പ് വരുത്തിയിട്ടാ കൊലയാളി പോയത്. പ്രതിയെ ഒരാൾ കണ്ടിരുന്നു. അവനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആള് ജോണാണ്. കുറ്റം അവൻ സമ്മതിച്ചു. പിന്നെ 2 ദിവസത്തേക്ക് അവനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിട്ടുണ്ട്. എനിക്ക് അവനെ ഒന്ന് കാണണം വിനയ്. അതിനെന്താ സാർ, നമുക്ക് പോകാം. ഓക്കെ വിനയ്, ശരി സാർ. അവർ ജോണിനെ കാണുന്നതിന് വേണ്ടി സ്റ്റേഷനിലെത്തുന്നു. വരൂ സാർ.
അവൻ എങ്ങനെയാ കുമാർ എല്ലാം പറയുന്നുണ്ടോ? അവൻ പറയുന്നത് മറ്റു കൊലയ്ക്കൊന്നും അവന് പങ്കില്ലെന്നും ഇത് മാത്രമാണ് അവൻ ചെയ്തതുമെന്നാണ്. അവർ സംസാരിച്ചുകൊണ്ട് നടന്ന് ജോണിൻ്റെ അടുത്തെത്തുന്നു. ഹലോ ജോൺ, ഞാൻ ക്രൈംബ്രാഞ്ച് ഓഫീസർ ആസിഫ്. അറിയാം സാർ. ഓ, എങ്ങനെ അറിയാം? ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ജോൺ എന്ത് ചെയ്യുക? ഞാൻ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുക. നിനക്കും കൊല്ലപ്പെട്ട സച്ചിനും തമ്മിൽ എന്തായിരുന്നു കൊല്ലാൻ മാത്രമുള്ള പ്രശ്നം? അവൻ എൻ്റെ ചേച്ചിയെ കൊന്നു. അതുകൊണ്ട് നീ അവനെ കൊല്ലുവോ? അതിന് ഇവിടെ കോടതിയും നിയമവും ഒക്കെ ഉണ്ട്. അത് പണമില്ലാത്തവർക്ക് വേണ്ടിയല്ലേ സാർ? പണമുള്ളവർക്ക് എന്തും ചെയ്യാം. എന്നിട്ട് ആ തെറ്റ് മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെച്ച് ഊരിപ്പോവുകയും ചെയ്യാം. കൂട്ടിന് നിങ്ങളെപ്പോലെ ഒരു നിയമപാലകനും കൂടി ഉണ്ടായാൽ മതിയല്ലോ. എല്ലാവരും ഒരുപോലെ അല്ല ജോൺ. നല്ലതും ചീത്തയും തീരുമാനിക്കുന്നത് പണമാണ് സാർ. പണത്തിനനുസരിച്ച് മനുഷ്യൻ മാറും. ഓക്കെ, ചേച്ചിയെ കൊന്നതിന് ജോൺ സച്ചിനെ കൊന്നു. പിന്നെ മറ്റുള്ളവരെ എന്തിനാ കൊന്നത്? അതിലെനിക്ക് പങ്കില്ല. ശരി, നിനക്കതിൽ പങ്കില്ല, സമ്മതിച്ചു. അതൊക്കെ ചെയ്തത് ജെയിംസ് ആണ്. അവൻ സൂയിസൈഡ് ചെയ്തു. ആ, സാറിനോടല്ലേ പറഞ്ഞത് എനിക്കറിയില്ലെന്ന്? എനിക്കതിൽ ഒരു പങ്കുമില്ല. മര്യാദയ്ക്ക് ചോദിച്ചാൽ പറയില്ല അല്ലേടാ? സാർ, വേണ്ട വേണ്ട സാർ, കോടതിയിൽ ഹാജരാക്കാനുള്ളതാണ്. സോറി കുമാർ. അതിനുശേഷം വീണ്ടും സമാധാനത്തിൽ ചോദിക്കുന്നു. ജോൺ, താൻ ഞങ്ങളോട് സഹകരിക്കണം. തൻ്റെ ജീവൻ തന്നെ ആപത്തിലാണ്. ആ മോഹനൻ നിന്നെ വെറുതെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീ പുറത്തിറങ്ങാൻ അവർ കാത്തിരിക്കുവാണ്. അതിനയാൾ ജീവനോടെ ഉണ്ടെങ്കിലല്ലേ സാറേ?